അപ്പോൾ നമുക്ക് ഇതിലേക്ക് പ്രോപ്സ് ആഡ് ചെയ്യാം, അതേപോലെ തന്നെ കളറും ലൈറ്റും ആഡ് ചെയ്യാം. അപ്പം ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്യാൻ പോകുന്ന പ്രോപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചണിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ഐറ്റംസ് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഞാൻ ആ ഫയൽ ഇതിലേക്ക് ലിങ്ക് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് അതിനകത്ത് നിന്ന് പ്രോപ്സ് എടുത്തിട്ട് വർക്ക് ചെയ്യാം. സോ ഞാനത് ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത് ബ്ലെൻഡർ കിറ്റ് എന്ന് പറഞ്ഞ ഒരു സൈറ്റിനകത്ത് നിന്നാണ്. ബ്ലെൻഡർ കിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള 3D ഒബ്ജക്റ്റുകൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു സൈറ്റാണ് ബ്ലെൻഡർ കിറ്റ്. ബ്ലെൻഡർ കിറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലെൻഡർ കിറ്റിന്റെ സൈറ്റിലേക്ക് പോകും. ആ സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ബ്ലെൻഡർ കിറ്റ് എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്ന് ആ ബ്ലെൻഡർ കിറ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ ഒരു ഐക്കണായിട്ട് D5 ഈ ബ്ലെൻഡർ കിറ്റ് കാണിക്കും. ഇൻസ്റ്റാളേഷൻ മാനുവലൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. നമ്മൾ ജസ്റ്റ് ഇത് ഡൗൺലോഡ് ചെയ്യുക. ഇതാണ് ബ്ലെൻഡർ കിറ്റ്. നിങ്ങൾ ബ്ലെൻഡർ ഓപ്പൺ ചെയ്തതിന് ശേഷം ആ ബ്ലെൻഡർ കിറ്റ് എടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഡ്രാഗ് ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻസ്റ്റാളേഷൻ ഡിസ്ക് എന്ന് ചോദിക്കും. ഓക്കെ കൊടുക്കുക. ഇപ്പം നമ്മുടെ ബ്ലെൻഡർ കിറ്റ് ഇതിലേക്ക് ഇൻസ്റ്റാൾ ആയി. ഈസി പരിപാടിയാണ്. ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്, ദാറ്റ്സ് ഇറ്റ്. ഇനി നിങ്ങൾക്ക് ഇവിടെ എന്താണ് വേണ്ടതെന്ന് വെച്ചിട്ട് ടൈപ്പ് ചെയ്യുക. അതായത് എനിക്കിപ്പം ഒരു ചെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയർ എന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഐൻ്റെ ബട്ടൺ കാണുന്നില്ല. ഇതിൽ ഇഷ്ടം പോലെ ചെയർസ് കാണിക്കും. കുറേയൊക്കെ പെയ്ഡാണ്, ഫ്രീയും കുറച്ചുണ്ട്. അപ്പം നിങ്ങൾ അത് ഇരുന്ന് നോക്കുക ഏതൊക്കെയാണ് ഫ്രീ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഫ്രീ ആണ്, ഇത് ഫ്രീ ആണ്. അങ്ങനെ കുറച്ച് ഫ്രീ ഉണ്ട്, പെയ്ഡും ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് ഫ്രീ ഉള്ളത് ഫ്രീ എടുക്കുക. പിന്നെ ഇതിന് മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ഒക്കെ ഉണ്ട്. $5 മറ്റോ ആണ് ഒരു മാസത്തേക്ക്. എല്ലാ സാധനവും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അതേപോലെ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് സെക്ഷൻ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തത് മോഡലുകളാണ്. നിങ്ങൾ ഏത് മോഡൽ കൊടുത്തു കഴിഞ്ഞാലും ഇവിടെ വരും. ലൈറ്റ് ഇപ്പം നിങ്ങൾക്ക് ഒരു കാറ് വന്നുകൊണ്ട് ആ കാറ് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കാറിൻ്റെ ഒരുപാട് മോഡലുകൾ ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇതിൽ ഫ്രീ ആയിട്ട് ഇതൊക്കെ ഫ്രീ ആണ്, ഇത് ഫ്രീ ആണ്. അങ്ങനെ കുറച്ച് ഫ്രീ ആയിട്ടുള്ള ഇതൊക്കെ ഫ്രീ ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം ഫ്രീ ഉണ്ട് കുറേ. പക്ഷേ പെയ്ഡ് ആയിട്ടുള്ളതും കുറേ മോഡലുകളുണ്ട്. ഇതൊക്കെ പെയ്ഡ് മോഡലാണ്. അപ്പോൾ ഇവിടെ ലോക്കിൻ്റെ ചിഹ്നം കാണാൻ പറ്റും. നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എല്ലാം യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി ഈ ഫസ്റ്റ് കാണുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഈ ഫസ്റ്റ് കാണുന്നത് ഇതിൻ്റെ മോഡലുകളാണ്. രണ്ടാമത്തത് മെറ്റീരിയലുകളാണ്. ഇതിൽ ഒരുപാട് മെറ്റീരിയലുകളുണ്ട്. നിങ്ങൾ എന്ത് വേണമെന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മെറ്റീരിയൽ യൂസ് ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ കാണുന്നത് സീനുകളാണ്. അതായത് നിങ്ങൾക്ക് കിച്ചണോ എന്ത് വേണ്ടി ഇവിടെ ഇഷ്ടംപോലെ ലൈറ്റിംഗ് സെറ്റപ്പ് അടക്കം ഈ സാധനം ഇതിൻ്റെ ഉള്ളിലുണ്ട്. നിങ്ങൾക്ക് ഈ ലൈറ്റിംഗ് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഫ്രീ ആണ്, ഡൗൺലോഡ് ചെയ്യുക. അതിൽ തന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവും. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്ത് നോക്കി പഠിക്കാൻ പറ്റും. അങ്ങനെ അതിനുള്ള സീനുകളാണിത്. അടുത്തത് HDRI ആണ്. ഒരുപാട് HDRI മാപ്പുണ്ട്. അത് ഫ്രീയും ഉണ്ട്, പെയ്ഡും ഉണ്ട്. നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഏതൊക്കെയാണ് വേണ്ടത്. രണ്ടാമത്തത് ബ്രഷുകളാണ്. ലൈക്ക് സ്കൾപ്ചർ ചെയ്യാനുള്ള ബ്രഷുകളാണ്. സ്റ്റോണ്, സ്കിൻ ടെക്സ്റ്റേഴ്സ്, അങ്ങനെ ഒരുപാട് ഇതേപോലത്തെ ഓർണമെന്റ്സ്, ലെറ്റേഴ്സ്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. നിങ്ങൾക്ക് സ്കൾപ്ചർ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇതെല്ലാം ഉപകാരപ്പെടുന്ന സാധനമാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് നോട്ട് ഗ്രൂപ്പുകൾ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. നിങ്ങൾക്ക് ഒബ്ജക്റ്റ് ഡൗൺലോഡ് ചെയ്യാം, മെറ്റീരിയൽ വേണ്ടിക്കാൻ മെറ്റീരിയൽ ഡൗൺലോഡ് ചെയ്യാം, അങ്ങനെ എന്ത് വേണ്ടിക്കണം ഡൗൺലോഡ് ചെയ്യാം. ഞാൻ ഇതിൻ്റെ അകത്ത് നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തതാണ് ഈ പ്രോപ്സ് ഒക്കെ. ഓക്കെ, ഇത് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നത്. ഓക്കെ, ഇപ്പം ഞാൻ ആ പ്രോപ്സ് ഒക്കെ ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ പ്ലേസ് ചെയ്യാൻ പോകുന്ന സാധനങ്ങൾ. ഞാൻ ആദ്യം തന്നെ ഇതിനകത്ത് ഇത് പ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ആദ്യം ഈ ഒരു എംപ്റ്റി സെലക്ട് ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷിഫ്റ്റ് പ്രസ് ചെയ്യുക. എവിടെയാണ് വേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യുക. ഷിഫ്റ്റ് S പ്രസ് ചെയ്തിട്ട് സെലക്ഷൻ ടു കർസർ കൊടുത്തു കഴിഞ്ഞാൽ ഇത് അവിടെ പോയി നിൽക്കും. നിങ്ങൾക്ക് ഇവിടെ ടച്ച് ആവുന്നുണ്ടെങ്കിൽ അതിനെ ജസ്റ്റ് ഒന്ന് സ്ക്വീൽ ചെയ്തിട്ട് താഴ്ത്തി വെച്ചാൽ മതി. സോ അതങ്ങ് പോയി. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഈ ഒരു ഫ്ലവർ സെലക്ട് ചെയ്യുന്നു. ഇവിടെ ഞാൻ ഷിഫ്റ്റ് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു, സെലക്ഷൻ ടു കർസർ ഞാൻ ഒന്ന് സ്ക്വീൽ ചെയ്തു, ഇവിടെ ഇങ്ങനെ വെച്ചു. ഓക്കെ,
ഓക്കെ, അപ്പം നമ്മൾ ഇത്രയും സാധനം ഇവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു കിച്ചൺ സിങ്ക് ഇവിടെ വെക്കാം. അത് നമ്മൾ എങ്ങനെ വെക്കാം? സെലക്ട് ചെയ്യുക, റൊട്ടേറ്റ് Z ആക്സസിലേക്ക് 90. സോ നമുക്ക് 90 ഡിഗ്രിയിലേക്ക് റൊട്ടേറ്റ് ചെയ്തു ഇതിനെ. ഇനി നമുക്ക് ഈ സിങ്ക് ഇവിടെ സെലക്ട് ചെയ്തതിന് ശേഷം സെലക്ഷൻ ടു കർസർ കൊടുത്തു കഴിഞ്ഞാൽ സിങ്ക് ഇവിടെ വരും. പക്ഷേ സിങ്ക് ഇവിടെ വന്നിട്ട് കാര്യമില്ല. നിങ്ങൾക്കറിയാം, സിങ്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ടോപ്പ് ഇവിടെ എംപ്റ്റി ആയിരിക്കും. അപ്പോൾ നമുക്കത് എങ്ങനെ കട്ട് ചെയ്യാൻ നോക്കാം. സിമ്പിൾ ടെക്നിക്കാണ്, ബൂളിയനാണ്. നമ്മൾ ഇവിടെ ഷിഫ്റ്റ് എ പ്രസ് ചെയ്യുന്ന ഒരു ക്യൂബ് സെലക്ട് ചെയ്യുന്ന സ്കെയിൽ ചെയ്തിട്ട് നമ്മൾ ഈ ക്യൂബിനെ ഇതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് വെക്കണം. ഓക്കെ, ഇനി നമുക്ക് ഇതും കട്ടാവണം, ഇതിൻ്റെ അടിയിലത്തെ ബോക്സും കട്ടാവണം. അപ്പോൾ എങ്ങനെ കട്ട് ചെയ്യുന്നത്? ഇതിനെ താഴോട്ടേക്ക് മൂവ് ചെയ്ത് വെച്ചിട്ട് ഇത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഇവിടെ ജനറേറ്റിൽ ബൂളിയൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഫ്ലോട്ടിലേക്ക് പോവുക, ഇത് ക്ലിക്ക് ചെയ്യുക, ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളവിടെ കട്ട് ചെയ്തു. ഓക്കെ, ഇനി അടുത്ത ഒബ്ജക്റ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു ടേബിൾ കൗണ്ടർ സെലക്ട് ചെയ്തിട്ട് എഡിറ്റിൽ ജനറേറ്റിൽ ബൂളിയൻ എടുത്തിട്ട് അതേ സാധനം ഫ്ലോട്ടിങ്ങിൽ കട്ട് ചെയ്തു. ഫ്ലോട്ട് അപ്പോൾ ഇതിൽ പോയിട്ട് ഇതിനെ നിങ്ങൾ സെലക്ട് ചെയ്ത ഒബ്ജക്റ്റിനെ നിങ്ങൾക്ക് ഈ ലിസ്റ്റിൽ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോട്ട് ഫുൾ സ്റ്റോപ്പ് കീ അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഒബ്ജക്റ്റാണ് സെലക്ട് ചെയ്തത് അത് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഞാനിത് ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ആ 2 ടോപ്പും ബൂളിയൻ ചെയ്തിട്ട് ആ ബോക്സ് ഉള്ളിലേക്ക് പോയി. എനിക്ക് ആ ക്യൂബ് റെൻഡറിങ്ങിൽ കാണണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ റൈറ്റ് സൈഡിലുള്ള ഈ ക്യാമറ ഐക്കൺ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് റെൻഡറിങ്ങിൽ ആ ക്യൂബ് വിസിബിൾ ഉണ്ടാവില്ല. ഇപ്പം നമ്മുടെ പരിപാടി ഏകദേശം കഴിഞ്ഞു. കാരണം നമ്മൾ ഈ വിൻഡോ ഏരിയ ഒന്നും നമ്മൾ ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. കാരണം നമ്മൾ ഈ ഇത്രയും ഭാഗം മാത്രമാണ് കാണിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇത് നമ്മളിങ്ങനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു ക്യാമറ പ്ലേസ് ചെയ്യാൻ പോവാണ്. സോ ഞാൻ ഇങ്ങനെ ക്യാമറ പ്ലേസ് ചെയ്യുന്നു. ഇവിടെ വെച്ചു, ഷിഫ്റ്റ് എ പ്രസ് ചെയ്തു, ഒരു ക്യാമറ ആഡ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഞാൻ വ്യൂവിലേക്ക് വന്നതിന് ശേഷം ഈ ക്യാമറ ടു വ്യൂ എന്നുള്ളത് ഓൺ ചെയ്ത് വെച്ചു. 0 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ക്യാമറയിലേക്ക് പോകും. ഓക്കെ, ഇനി നമുക്ക് ഈ ക്യാമറ ടു വ്യൂ ക്ലിക്ക് ചെയ്ത് വെച്ചത് കൊണ്ട് നമുക്ക് ഈ ക്യാമറ വഴി ഇതിനെ സൂം ഔട്ട് ചെയ്യാം. നമ്മളത് ഓഫ് ചെയ്യാന്നുണ്ടെങ്കിൽ ക്യാമറയുടെ വഴിക്ക് പോകും, നമ്മൾ സ്ക്രീനിലേക്ക് വരും. നമ്മളത് ക്ലിക്ക് ചെയ്യുക, 0 പ്രസ് ചെയ്യുക, ഇപ്പോൾ നമ്മൾ ക്യാമറയിലേക്ക് വരും. ഇനി നമ്മളെ മൂവ്മെൻറ്റിൽ ക്യാമറയായിരിക്കും നമ്മൾ സൂമിങ്ങും സൂം ഔട്ടൊക്കെ ചെയ്യുന്നത്. നമ്മൾ എന്ത് ചേഞ്ചസോ വ്യൂ റൊട്ടേഷനോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ക്യാമറ വഴി കാണുന്ന വ്യൂ ആയിരിക്കും. അപ്പോൾ എനിക്കിത് വേർട്ടിക്കലി അല്ല വേണ്ടത്, ഹൊറിസോണ്ടലി അല്ല വേണ്ടത്, വേർട്ടിക്കലിയാണ് ഈ ഒരു ഇമേജ് വേണ്ടത്. ഞാൻ ഇതിനെ റെൻഡർ ഔട്ട്പുട്ടിലേക്ക് പോയിട്ട് ഈ Y ആക്സസിനെ ഞാൻ ഹൈ ആക്കി വെച്ചു. സോ നമുക്ക് അതൊരു പോർട്രേറ്റ് മോഡിലേക്ക് വന്നിട്ടുണ്ട്. എനിക്ക് ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ അഡ്ജസ്റ്റ് ചെയ്യണം. എങ്ങനെ ഫീൽഡ് ഓഫ് വ്യൂ അഡ്ജസ്റ്റ് ചെയ്യുക? നിങ്ങൾ ഈ ക്യാമറ സെലക്ട് ചെയ്തതിന് ശേഷം ഇതിനെ കുറച്ച് മുകളിലേക്ക് നീക്കി കഴിഞ്ഞാൽ ഇവിടെ ക്യാമറേൻ്റെ ഒരു ഐക്കൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ 50 mm എന്നുള്ളത് ഞാനൊരു 80 mm ചേഞ്ച് ചെയ്തു. എന്നിട്ട് ഞാൻ ബാക്കോട്ടേക്ക് ഇതിന് സൂം ചെയ്ത് വെച്ചപ്പോൾ എനിക്ക് ഇവിടെ തന്നെ കിട്ടി. പക്ഷെ എനിക്ക് ഇത്ര പോലെ കുറച്ചും കൂടി പുറകോട്ടെ ഞാൻ 80 mm എന്നുള്ളതിന് ഒരു 60 mm തന്നെ കൊടുത്തു. 60 mm മതി. 60 mm വെച്ചിട്ട് എനിക്കിപ്പം ഇത്രയും ഭാഗ്യത്തിൽ എനിക്ക് ആവശ്യമുള്ളൂ. കൂടുതൽ വരെ കിട്ടുന്നു. എൻ്റെ ആ ക്യാമറേൻ്റെ വ്യൂ ആംഗിൾ ഇത്രയേ ഉള്ളൂ. സോ ഞാനത് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഈ ക്യാമറ പ്രോപ്പർട്ടിയിലേക്ക് പോവുക. ഇതാണ് ഞാൻ കൊടുത്തിട്ടുള്ള ഏരിയ സൈസ്. അതേപോലെ തന്നെ 60 mm ആണ് ഫോക്കൽ ലെങ്ത്. അപ്പോൾ ഇത്രയേ ഉള്ള സംഭവം. ഇനി നമ്മൾ ആ ക്യാമറ ടു വ്യൂ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാമറ എവിടത്തേക്ക് അനങ്ങൂല, അത് അവിടെ തന്നെ ഫിക്സ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ 0 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്യാമറയിലേക്ക് തന്നെ പോകും. സോ ഇത്രയായി. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഇവിടെ റെൻഡറിങ് വ്യൂ പോർട്ടിൽ വന്നിട്ട് EV മാറ്റിയിട്ട് സൈക്കിൾസ് കൊടുക്കുക. നമ്മൾ സൈക്കിൾസിൽ ചെയ്ത് പഠിക്കുന്നതായിരിക്കും ഒരു കണക്കിന് നല്ലത്. കാരണം എന്നാലേ നമുക്ക് ഇതിൻ്റെ റിഫ്ലക്ഷനും എല്ലാം കറക്റ്റായിട്ട് കിട്ടുള്ളൂ. നമുക്ക് EVക്ക് വേറെ തന്നെ ഒരു ക്ലാസ് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സൈക്കിൾസിലേക്ക് കൊടുത്തു. GPU യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, അതായത് ഗ്രാഫിക് കാർഡ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ CPU മാറ്റിയിട്ട് GPUയിലേക്ക് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്കിവിടെ കുറച്ച് ഓപ്ഷൻസ് കാണാം. വ്യൂ പോർട്ടിൽ നോയ്സ് ത്രഷോൾഡ്, ഡീനോയ്സർ, അതേപോലെ തന്നെ റെൻഡറിൽ ഡീനോയ്സർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിൽ ഒരുപാട് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഫോർമലായിട്ട് ഒരു നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സെറ്റിങ്സ് ഞാൻ കാണിച്ചു തരാം. ഇതിൽ ഡീനോയ്സർ ഓൺ ചെയ്യുക. അതിനുശേഷം ഈ ഓട്ടോമാറ്റിക് മാറ്റിയിട്ട് ഓപ്റ്റിക്സിലേക്ക് ചേഞ്ച് ചെയ്യുക. ഓക്കെ, റെൻഡർ സെലക്ട് ചെയ്യുക. റെൻഡറിൽ ഈ 4000 ഉള്ളത് മാറ്റിയിട്ട് ഒരു 256 ആക്കി മാറ്റുക. ഓക്കെ, അതിനുശേഷം ഈ 0.100 എന്നുള്ളത് നിങ്ങൾക്ക് 100 വെക്കാം, 0.500 വെക്കാം. അത് നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ കോമ്പാക്റ്റബിലിറ്റി പോലെ ഇരിക്കും. ഈ ഡീനോയ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെൻഡറിൽ നോയ്സ് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺ ചെയ്ത് തരാം. പക്ഷെ ചില സമയത്ത്
കുറച്ച് ടൈം എടുക്കും. അതിനുള്ളൊരു ഈസി വേ ഉണ്ട്. ഞാൻ ഇതിന്റെ ലാസ്റ്റ് റെൻഡറിൽ ഒരു ടിപ്പാക്കിയിട്ട് നിങ്ങൾക്ക് ഇട്ടുതരാം. ഓക്കെ, അതൊരു ബോണസ് ടിപ്പായിട്ട് കിടക്കട്ടെ. സോ ഞാനിപ്പം ഡീനോയ്സർ ഓഫ് ചെയ്തിട്ടു. അതിനുശേഷം ഞാനിത് റെൻഡർ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇതിനെ റെൻഡറിങ് വ്യൂയിലേക്ക് വന്നിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ ലൈറ്റുകളോ കാര്യങ്ങളോ ഒന്നുമില്ല, ജസ്റ്റ് പ്ലെയിൻ സാധനമാണ്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, എനിക്ക് ഈ ഒരു പാർട്ട് എനിക്ക് കവർ ചെയ്യാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഈ ഒരു പ്ലെയിൻ സെലക്ട് ചെയ്തതിന് ശേഷം എഡിറ്റബിൾ പോളിൽ പോയിട്ട് എൻഡ് സെലക്ട് ചെയ്തിട്ട് ഇതിനെ ഈ പ്രസ് ചെയ്തിട്ട് എക്സ്ട്രൂഡ് ഇവിടത്തേക്ക് കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഫേസ് സെലക്ട് ചെയ്തിട്ട് തീ പ്രസ് ചെയ്തിട്ട് ഇതിനെ സെലക്ഷനിൽ സെപ്പറേറ്റ് ആയി. സോ നിങ്ങൾ ഇനി പോയി കഴിഞ്ഞാൽ ഒന്നും കാണില്ലേ ഉണ്ടാവുക. അപ്പം നമുക്ക് എങ്ങനെ ബോളിന് പുറത്ത് വെച്ചൊരു ക്യാമറയിൽ നിന്ന് ഉള്ളിലേക്ക് നോക്കാം. അത് നമ്മൾ ചെയ്യേണ്ടത് ക്യാമറ സെലക്ട് ചെയ്തതിന് ശേഷം ക്യാമറയിൽ ക്യാമറ ക്ലിപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉണ്ടാവും. സോറി, ക്യാമറയിലല്ല, ലെൻസിൽ ക്ലിപ്പ് സ്റ്റാർട്ട് ക്ലിപ്പ് എൻഡ് എന്നുണ്ട്. ക്ലിപ്പ് സ്റ്റാർട്ടിൽ 100 mm ഇത് ക്ലിപ്പ് ആവുന്നത്. അത് ഞാൻ ക്ലിപ്പ് സ്റ്റാർട്ട് കൂട്ടി കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ ചുമര് കട്ട് ചെയ്തിട്ട് ക്യാമറ ഉള്ളിലേക്ക് കയറുന്നത് കാണാം. അതാണ് നമ്മുടെ ക്ലിപ്പിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഇപ്പം 4200 mm ഈ ക്യാമറ ക്ലിപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ടുണ്ട്. ഇത് മതി നമുക്ക്. ഓക്കെ, നമ്മളിപ്പോൾ റെൻഡറിങ് വ്യൂ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇത് ക്ലിപ്പായിട്ട് നിൽക്കുന്നത് കാണാം. ഇപ്പം ലൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, ഫുൾ പ്ലെയിൻ ബ്ലാക്കാണ്. സോ നമ്മൾ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്, ലൈറ്റ് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിനെ 2 ആക്കി മാറ്റി ഈ സ്ക്രീനിനെ. സോ ഞാൻ ഇതിൻ്റെ റെൻഡറിങ് വ്യൂ വരുന്നത്, അതായത് വ്യൂ പോർട്ട് റെൻഡറിങ് വരുന്ന ക്യാമറ വ്യൂ ഞാൻ ഈ ഒരു സ്ക്രീനിലേക്കാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഇവിടെയാണ് ഇത് വെച്ച് വർക്ക് ചെയ്യാൻ പോകുന്നത്. സോ അങ്ങനെ കുറച്ച് ഉപകരണങ്ങൾ ഇതിനെ കൊണ്ട് നമുക്ക് ഉണ്ട്. ഓക്കെ, ഇനി ഞാനിവിടെ ഫസ്റ്റ് ലൈറ്റ് ആഡ് ചെയ്യണം. എന്താണ് ലൈറ്റ്, ഷിഫ്റ്റ് എ പ്രസ് ചെയ്തിട്ട് ഒരു പ്ലെയിൻ ലൈറ്റാണ് ഞാൻ ആഡ് ചെയ്തത്. സോ ലൈറ്റിൽ ഒരു ഏരിയ ലൈറ്റ് ആഡ് ചെയ്തു. റൊട്ടേറ്റ് എക്സ് ആക്സസിലേക്ക് 90 ഡിഗ്രി താഴോട്ടേക്ക് വെച്ച് ഇതിനെ പുറകിലേക്ക് ഇങ്ങനെ വലിച്ച് റൊട്ടേറ്റ് സി ആക്സസിലേക്ക് 180. അപ്പോൾ ആ ലൈറ്റിൻ്റെ വെളിച്ചം ഉള്ളിലേക്ക് പോയിക്കോളും. എസ് പ്രസ് ചെയ്യുന്ന സ്കെയിൽ ചെയ്യുന്നത്, എന്നിട്ട് ഞാൻ റൊട്ടേറ്റിൽ സി ആക്സസിൽ, നിങ്ങൾക്ക് അതിൻ്റെ ടോപ്പ് വ്യൂവിൽ വന്നു കഴിഞ്ഞാൽ മനസ്സിലാവും. റൊട്ടേറ്റിൽ സി ആക്സസിൽ ഞാനിങ്ങനെ ഒരു 90 ഡിഗ്രി ഒരു 45 ഡിഗ്രി ചേരിച്ചിട്ട് ഇതിനിങ്ങനെ ഇവിടെ കൊടുത്തു. ഓക്കെ, ഇനി ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഞാൻ കൊടുക്കുന്നത് 150 ആണ്. ഇതിൻ്റെ ഓവറോൾ പവർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ എക്സ്പോഷറൊക്കെ ഇവിടുന്ന് കൺട്രോൾ ചെയ്യാൻ കേട്ടാം. ഇവിടുന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ എക്സ്പോഷർ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇത് കൊടുത്തപ്പോൾ തന്നെ നമുക്ക് ഏകദേശം നല്ല ഒരു വെളിച്ചം ഇതിൻ്റെ ഉള്ളിൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിന് മെറ്റീരിയൽ ആഡ് ചെയ്തിട്ട് എവിടെയാണ് വെളിച്ചം കുറവുള്ളത് അവിടെ നമുക്ക് വെളിച്ചം ആഡ് ചെയ്യാം. സോ നമുക്ക് മെറ്റീരിയൽ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സോ ഞാൻ തൽക്കാലത്തേക്ക് നമ്മളെ ഈ ഒരു ഫേസ് ഹൈഡ് ചെയ്ത് വെക്കാണ്. ഓക്കെ, ഇത്രയും സമയം നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് റാൻഡമിലാണ്. ഇനി നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത് ടെക്സ്ചറിലാണ്. അപ്പോൾ നമ്മളിതിൻ്റെ രണ്ടാമത്തെ ഓപ്ഷനായ മെറ്റീരിയൽ പ്രിവ്യൂ മോഡ് ഓൺ ചെയ്യാം. അപ്പോൾ ഇനി ഇത് കാണുന്നത് ഇതിൻ്റെ മെറ്റീരിയൽ പ്രിവ്യൂ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ബാക്കിലുള്ള ഈ ഒരു ഷെൽഫ് യൂണിറ്റ് നമ്മളൊരു കളർ ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ മെറ്റീരിയൽ എടുത്തു, ന്യൂ മെറ്റീരിയൽ കൊടുത്തു. അവിടുന്ന് ഒരു കളർ ഞാൻ ഏകദേശം ഒരു ലൈറ്റ് ബ്ലൂ, ഓക്കെ ഓക്കെ ഈ ഒരു കളറ് ഞാൻ തൽക്കാലത്തേക്ക് കൊടുക്കുന്നുണ്ട്. അതിന് നമ്മൾ ഫുൾ റിഫ്ലക്ഷൻ കൊടുത്തു. അതായത് നമുക്ക് നല്ല റിഫ്ലക്ഷൻ വേണം, നമുക്കത് മാറ്റിലേക്ക് വേണ്ടിയെങ്കിലും മാറ്റാം. അപ്പോൾ ഞങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ കളറ് ചേഞ്ച് ആയിട്ടുണ്ട്. സോ ഞാനിതിൻ്റെ അടിയിലുള്ള ഈ ഒരു പ്രൊഫൈലിന് സെലക്ട് ചെയ്തിട്ട് ഒരു ബ്രാസ് കളർ കൊടുക്കാം. നമുക്ക് ബ്രാസ് കളർ എങ്ങനെ കൊടുക്കാം, നിങ്ങൾക്ക് കറക്റ്റ് കളർ വെച്ചിട്ട് എടുക്കാൻ അറിയുന്ന ആളാണെങ്കിൽ കളർ വെച്ചിട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്രാസിൻ്റെയും ബ്രോൺസിൻ്റെ ഒക്കെ കളർ കോഡ് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. ഞാനിവിടെ ഏകദേശം ഒരു കളർ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു യെല്ലോയിഷ് ടിൻറ്റ് കളർ കൊടുത്തതിന് ശേഷം ഓറഞ്ച് യെല്ലോ കൊടുത്തതിന് ശേഷം ഇതിൻ്റെ റിഫ്ലക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് കുറക്കുന്നു, മെറ്റാലിക് കംപ്ലീറ്റ് ആയിട്ട് കൂട്ടുന്നു. ഇപ്പം നമുക്കവിടെ ആ ബ്രാസ് ഫിനിഷ് കിട്ടിയിട്ടുണ്ട്. ഇത് നിങ്ങൾ കുറേ കാലം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കളർ മനസ്സിലായി തോന്നും. ഓക്കെ, ഇനി നമ്മൾ ഈ പ്രൊഫൈലുകൾ സെലക്ട് ചെയ്യുക. നമ്മൾ ഫസ്റ്റ് സെലക്ട് ചെയ്തിട്ടേ ആ മെറ്റീരിയൽ സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ L പ്രസ് ചെയ്തിട്ട് ലിങ്ക് മെറ്റീരിയൽ കൊടുത്തു കഴിഞ്ഞാൽ ആ നമ്മൾ കൊടുത്ത മെറ്റീരിയൽ ഈ സെലക്ട് ചെയ്ത എല്ലാ മെറ്റീരിയലിലേക്കും വന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇവിടെ ഈ
നോക്കി കഴിഞ്ഞാൽ ആ ഒരു മെറ്റീരിയൽ ഇതിലൊക്കെ വന്ന് ഇനി നമുക്ക് ഈ പാനലിൽ നിന്നൊക്കെ ഈ ഒരു മെറ്റീരിയൽ തന്നെയാണ് കൊടുക്കേണ്ടത്. സോ എല്ലാം സെലക്ട് ചെയ്യുക. അതിനുശേഷം സെയിം ടെക്നിക്ക് തന്നെ നമ്മൾ ഇത് സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ L പ്രസ് ചെയ്തിട്ട് ലിങ്ക് മെറ്റീരിയൽ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെയും ആ മെറ്റീരിയൽ തന്നെ വന്ന് നമുക്ക് ഈ കളറൊക്കെ ചേഞ്ച് ചെയ്യാൻ കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു റെഫറൻസിന് വേണ്ടിയിട്ട് ഇപ്പോൾ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. സോ നമ്മൾ ഇത്രയും ഭാഗം ആയി. ഇനി നമുക്ക് എന്താ വേണ്ടേ, നമ്മൾ ഈ പുറകിലത്തെ വോളിൽ നമുക്കൊരു ടൈൽ കൊടുക്കണം. നമ്മൾ എങ്ങനെ ടൈൽ കൊടുക്കും? നമ്മൾ ന്യൂ എടുക്കുക, ബേസ് കളർ എടുക്കുക, ഇമേജ് ടെക്സ്ചർ എടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു പിങ്ക് കളർ കാണിക്കും, അതായത് ഇതിൽ മെറ്റീരിയൽ മിസ്സാണെന്നുള്ളതിന്റെ സിമ്പലാണ് ഈ പിങ്ക് കളർ. നമ്മൾ ഓപ്പണിൽ പോയി ഇപ്പം ഞാൻ ഈ ഒരു ടെക്സ്ചർ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകണം. അപ്പോൾ ആ ടെക്സ്ചർ ഇവിടെ വന്നു. അപ്പം നിങ്ങൾക്ക് കാണാം അതിൻ്റെ UV മാപ്പൊക്കെ തെറ്റാണ്, കറക്റ്റിൽ നിന്നല്ല വന്നിട്ടുള്ളത്. സോ നമ്മൾ സെലക്ട് ചെയ്യുക, എഡിറ്റബിൾ പോളിയിലേക്ക് വരിക, ഈ ഫേസ് സെലക്ട് ചെയ്യുക. സോ ഞാൻ ഇവിടുന്ന് F3 പ്രസ് ചെയ്തിട്ട് 3 പ്രസ് ചെയ്തിട്ട് ഫേസ് സെലക്ട് ചെയ്തു. ഫേസ് സെലക്ട് ചെയ്തതിന് ശേഷം U പ്രസ് ചെയ്തിട്ട് ഞാൻ പ്രൊജക്റ്റ് ഫ്രം വ്യൂ, അതായത് നമ്മൾ ഫ്രണ്ട് വ്യൂ എന്നാണ് നോക്കുന്നത്, ആ വ്യൂവിലേക്ക് ഈ ഒരു ടെക്സ്ചറിനെ പ്രൊജക്റ്റ് ചെയ്യണം. ഞാൻ പ്രൊജക്ട് ഫ്രം വ്യൂ കൊടുത്തു, ആ ടൈല് ആ പ്രൊജക്റ്റ് ആയി. ഇനി നമുക്ക് ആ ടൈലിന്റെ വിത്തും ഹൈറ്റും അഡ്ജസ്റ്റ് ചെയ്യണം. എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം? നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇതിന് UV എഡിറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ കാണുന്ന ഈ ഒരു പീസാണ് നമ്മളെ ഈ ചുമര്. ഓക്കെ, നമ്മളിത് സെലക്ട് ചെയ്യുക, S പ്രസ് ചെയ്യുക, സ്കെയിൽ ചെയ്യുക. ഇങ്ങനെ സ്കെയിൽ ചെയ്യുന്നിടത്ത് നിങ്ങൾക്ക് ആ ലെഫ്റ്റ് സൈഡിൽ ടൈലും സ്കെയിൽ ആവുന്നത് കാണാൻ പറ്റും. സോ നമ്മുടെ ടൈല് ഇവിടെ സ്കെയിൽ ആയിട്ടുണ്ട്. ഇനി ആ ടൈലിന് നമുക്ക് റിഫ്ലക്ഷൻ വേണം. ടൈൽസിന് എപ്പോൾ റിഫ്ലക്ഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ എങ്ങനെ റിഫ്ലക്ഷൻ ചെയ്യാം? ഈ റഫ്നെസ് നമ്മൾ കുറക്കുന്നതിനനുസരിച്ച് ടൈലിൽ റിഫ്ലക്ഷൻ വരാൻ തുടങ്ങും. ഓക്കെ, നമ്മൾ ഏകദേശം ഒരു റിഫ്ലക്ഷൻ ഒക്കെ കൊടുത്താൽ മതി. ഇതിൽ നമുക്ക് ബമ്പ് ആഡ് ചെയ്യണം, അത് ഒരുപാട് പരിപാടിയുണ്ട്. അത് നമുക്ക് 1 by 1 ആയിട്ട് പറഞ്ഞു പോവാം. അത് ഇതിൻ്റെ അകത്തെല്ലാം ആഡ് ചെയ്യുന്നത് നമ്മൾ ഷെയ്ഡർ എഡിറ്ററിൽ വന്നിട്ട് ഇതിൻ്റെ അകത്താണ് നമ്മൾ ബമ്പും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പോകുന്നത്. ഡിസ്പ്ലേസ്മെന്റ് ഒക്കെ പറയുന്ന സമയത്ത് നമുക്ക് ബമ്പിനെ പറ്റിയിട്ട് പറയാം. ഓക്കെ, ഇപ്പം നമ്മൾ ഈ മെറ്റീരിയൽ കൂടെ ഇവിടെ കൊടുത്തു. ഇനി നമുക്ക് കൊടുക്കേണ്ടത് വുഡാണ്. ഓക്കെ, ഇതിന്റെ കൗണ്ടർ ടോപ്പ് ഞാൻ വുഡാണ് കൊടുക്കുന്നത്, ഇതിലും ഞാൻ വുഡാണ് കൊടുക്കുന്നത്. സോ നമ്മൾ ഈ ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ന്യൂയിലേക്ക് വരിക, ബേസ് കളറായിട്ട് ഇമേജ് കൊടുക്കുക. ഇമേജിന് ഞാൻ ഒരു വുഡ് ആഡ് ചെയ്തു. സോ ഈ വുഡിന് നമുക്ക് അതേപോലെ തന്നെ സ്കെയിൽ ചെയ്യണം. സോ നമ്മൾ ഇത് സെലക്ട് ചെയ്യുക, എഡിറ്റബിൾ പോളിയിലേക്ക് വരിക, A പ്രസ് ചെയ്യുക, ഓവറോൾ സെലക്ട് ചെയ്യുക, U പ്രസ് ചെയ്തിട്ട് U പ്രൊജക്ഷനിലേക്ക് കൊടുക്കുക. അപ്പം എന്താ വെച്ചാൽ ബോക്സ് പ്രൊജക്ഷനിലേക്ക് മാറിയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതേ സാധനം തന്നെയാണ് ഓപ്പോസിറ്റ് സൈഡിൽ ഇവിടെയുള്ളത്. അപ്പോൾ നമ്മൾ എങ്ങനെ കൊടുക്കാം? ആദ്യം ഇത് സെലക്ട് ചെയ്യുക, അതിനുശേഷം ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ഈ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, കൺട്രോൾ L പ്രസ് ചെയ്തിട്ട് ഫസ്റ്റ് ലിങ്ക് മെറ്റീരിയൽ, ഈ മെറ്റീരിയലിനെ അതിലേക്ക് ലിങ്ക് ചെയ്തിട്ടുണ്ട്, കൺട്രോൾ L പ്രസ് ചെയ്തിട്ട് കോപ്പി UVW. അപ്പം ഇതേ UVW ഇതിലേക്കും കൂടി കോപ്പി ആയിട്ടുണ്ടാവും. രണ്ടും ഒരേ ഒബ്ജക്റ്റാണ്, ഒരേ സൈസാണ്, അതുകൊണ്ടാണ് ഇത് വർക്കാവുന്നത്. ഇതൊരു ഒബ്ജക്റ്റ് വേറെയും ഇത് വലിയ സൈസിലുള്ള ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ ആ UV ഇതിലേക്ക് വർക്ക് ചെയ്യണമെന്ന് ഇല്ല. ഓക്കെ, അപ്പം ഈ പരിപാടി കഴിഞ്ഞു. ഇനി നമ്മൾ ഈ ഒരു ടേബിൾ ടോപ്പ് സെലക്ട് ചെയ്തിട്ട് സെയിം ഇത് സെലക്ട് ചെയ്ത ശേഷം കൺട്രോൾ L UVW ലിങ്ക് മെറ്റീരിയൽ കൊടുത്തു കഴിഞ്ഞാൽ ആ മെറ്റീരിയലും ഇവിടെ ലിങ്ക് ആവും. പക്ഷെ നിങ്ങൾക്ക് അതേ UV ഇവിടെ വർക്ക് ചെയ്യണമെന്ന് ഇല്ല. നമ്മൾ സെലക്ട് ചെയ്തിട്ട് എഡിറ്റബിൾ പോളിയിലേക്ക് വരിക, A പ്രസ് ചെയ്യുക, ന്യൂവിൽ നമ്മൾ ക്യൂബ് പ്രൊജക്ഷൻ ആഡ് ചെയ്യുക. സോ നമുക്ക് ഇവിടെ ആ ക്യൂബിനനുസരിച്ചിട്ട് ഇതിൻ്റെ UVയും സെലക്ട് ആയിട്ടുണ്ടാവും. നമുക്ക് ഇതിന് ഇതേ കളർ തന്നെയാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ ഇത് സെലക്ട് ചെയ്യുക, ഇത് സെലക്ട് ചെയ്യുക, ഇത് സെലക്ട് ചെയ്യുക, ഇത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ഈ കളർ സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ L ലിങ്ക് മെറ്റീരിയൽ കൊടുത്ത്. സോ നമ്മൾ ഇതേ സാധനം ഇവിടെയും കൂടി ആഡ് ചെയ്തു. ഇനി നിങ്ങൾ ക്യാമറ വ്യൂയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ അതിന് മെറ്റീരിയൽ കൊടുത്തിട്ടുള്ളത്. സോ ഈ ഭാഗം, ഈ ഒരു സൈഡിന് ഞാൻ ഇതേ വുഡ് മെറ്റീരിയലിനാണ് കൊടുക്കുന്നത്. ഇതും സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ L ലിങ്ക് മെറ്റീരിയലായിട്ട് ഞാൻ ഈ വുഡ് കൊടുത്തു. ഇതും സെലക്ട് ചെയ്തിട്ട് ഞാൻ A പ്രസ് ചെയ്തിട്ട് യുവിൽ ബോക്സ് പ്രൊജക്ഷൻ കൊടുത്തു. ഓക്കെ, അപ്പം നമുക്ക് ആ ഒരു വുഡിന്റെ എഫക്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് കാണാം ഒരേപോലെ റിപ്പീറ്റേഷനിലാണുള്ളത്. സോ രണ്ടാമത്തെ പാർട്ട് സെലക്ട് ചെയ്തതിന് ശേഷം UVW മാപ്പിൽ ഞാനിത് സെലക്ട് ചെയ്തിട്ട് ഇതിന്റെ സൈസ് സ്കെയിൽ ചെയ്തിട്ട് റൊട്ടേറ്റ് ചെയ്തു 90 ഡിഗ്രി. സോ നിങ്ങൾക്ക് കാണാം ആ സ്ലാറ്റ്സ്, അതായത് ആ ഒരു ഓപ്പണിങ് വേറൊരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട്, അതിന്റെ ടൈലിംഗ് ഒക്കെ. അടുത്തത് മുകളിലത്തെ ഞാൻ സെലക്ട് ചെയ്തിട്ട് ഇതിനെ സ്കെയിൽ ചെയ്തു. എന്നിട്ട് ഞാൻ മറ്റേത് 90 ഡിഗ്രിയിലേക്ക് നമ്മൾ റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനെ ഞാൻ ചെയ്യുന്നില്ല. കാരണം നമ്മൾ
ഇതിന് സ്ലാറ്റ് കൊടുത്തിട്ടുള്ളത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ്. ഇപ്പോഴാണ് നമുക്കൊരു വ്യത്യാസം കാണുന്നത്. സോ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെയും മെറ്റീരിയലിംഗ് കഴിഞ്ഞു. ഇനി നമുക്ക് കൊടുക്കാനുള്ളത് ഇതിനുള്ള മെറ്റീരിയലാണ്. സോ അതിനെങ്ങനെ നമുക്ക് മെറ്റീരിയൽ കൊടുക്കാം? ഞാൻ ഇതിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു കളർ, നമുക്കൊരു വെറൈറ്റി കളർ പിടിക്കാം. ഓക്കെ, ഈ ഒരു ലൈറ്റ് ടോണാണ് ഞാൻ ഇതിന് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിന് നമുക്ക് വേറെ തന്നെ ഒരു കളർ കൊടുക്കാം. സോ ഞാൻ എന്ത് ചെയ്യുന്നു, ഇത് സെലക്ട് ചെയ്തു, ന്യൂ കൊടുത്തു, എന്നിട്ട് ഇവിടുന്ന് ബേസ് കളറായിട്ട് ഒരു ഗ്രീൻ കളർ, ഈ കളർ നമുക്ക് കൊടുക്കാം. അതിനുശേഷം റഫ്നെസ് കൺട്രോൾ ചെയ്യുക. ഇതിൻ്റെ അപ്പോൾ നമുക്കിതിന് റിഫ്ലക്ഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. ഇനി ഞാൻ കൊടുക്കാൻ പോകുന്നത് ഈ ഇതിൻ്റെ ഹോൾഡറും ഇതിനും കൂടിയിട്ട് ഒരു ബ്ലാക്ക് മാറ്റ് ഫിനിഷ് ആണ്. സോ ബേസ് കളറിലേക്ക് പോവുക, ബ്ലാക്ക് എടുക്കുക, എന്നിട്ട് ഇതിൻ്റെ റഫ്നെസ് ഈ 0.5 തന്നെ വെച്ച് കഴിഞ്ഞാൽ അതിനൊരു മാറ്റ് ഫിനിഷ് ഉണ്ടാവും. അതിനുശേഷം ഈ ഒരു അതിൻ്റെ ജോയിൻ വരുന്ന സ്ഥലത്ത് ഞാൻ ഈ സെയിം ബ്രാസ് കളർ തന്നെയാണ് കൊടുക്കാൻ പോകുന്നത്. സോ ഞാൻ കൺട്രോൾ L കൊടുത്തിട്ട് ലിങ്ക് മെറ്റീരിയലായിട്ട് ആ ബ്രാസ് കളർ തന്നെ ഇവിടെയും കൊടുത്തു. സോ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കും. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ അടിയിൽ നമുക്ക് ഒരു ലൈറ്റ് വേണം, അതേപോലെ ഇവിടെയും നമുക്ക് ലൈറ്റ് വേണം. സോ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ വരുന്നു, ഇങ്ങനെ വെച്ചിട്ട് നോക്കാം. ഇതിൻ്റെ അടിയിലേക്ക് വന്നിട്ട് ഇവിടെ ഷിഫ്റ്റ് ഒരു കർസർ സെലക്ട് ചെയ്തതിനു ശേഷം ഷിഫ്റ്റ് A പ്രസ് ചെയ്തിട്ട് ഞാൻ ഒരു ഏരിയൽ ലൈറ്റ് ആഡ് ചെയ്തു. ഏരിയൽ ലൈറ്റ് ഞാൻ സ്കെയിൽ ചെയ്തിട്ട് ചെറിയ ഒരു സ്ക്വയർ ആക്കി മാറ്റിയിട്ട് ഇതിനെ പുറകിലേക്ക് തന്നെ മൂവ് ചെയ്തിട്ട് ഇവിടെ വെച്ചു. നിങ്ങൾക്ക് കാണാം അവിടെ ഒരു പോയിന്റ് പോലെ ഒരു ലൈറ്റ് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ എസ് ചെയ്തിട്ട് Y ആക്സിസിലേക്ക് ഇതിനെ വൈഡ് ചെയ്ത് വെക്കും. നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ അത് മൂവ് ചെയ്തിട്ട് സ്കെയിലായി പോകുന്നത് കാണാൻ പറ്റും. G പ്രസ് ചെയ്തിട്ട് മൂവ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചു. ഇതിന് ഞാൻ കൊടുക്കാൻ പോകുന്ന കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാം യെല്ലോ ആണ്. അതായത് നിങ്ങൾ ഈ സെലക്ട് ചെയ്ത ലൈറ്റിന്റെ പ്രോപ്പർട്ടീസിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്ന് ടെമ്പറേച്ചർ വെച്ചിട്ട് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ ടെമ്പറേച്ചറിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പം 6500 കെൽവിനാണ് ഈ ഒരു ലൈറ്റ് ഉള്ളത്. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒരു 3200 കെൽവിനിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു യെല്ലോ ലൈറ്റ് കിട്ടും. നിങ്ങൾ 3000ലേക്കാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഡാർക്ക് ആയിട്ടുള്ള യെല്ലോ കിട്ടും. ഇനി ഇതിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ലൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല, ജസ്റ്റ് ഇതിന്റെ ഷിഫ്റ്റ് D പ്രസ് ചെയ്തിട്ട് കോപ്പി ചെയ്യുക, ഇതിന്റെ ഉള്ളിൽ വെക്കുക, സ്കെയിൽ ചെയ്യുക, എന്നിട്ട് ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, കുറച്ച് മുന്നോട്ടേക്ക് മൂവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ പാത്രത്തിലേക്കും ആ ലൈറ്റ് അടിക്കും. അതിൽ നമ്മൾ ഇതിന്റെ പവർ ഒന്ന് കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ അധികം നമുക്ക് അവിടെ ലൈറ്റിന്റെ ആവശ്യമില്ല. അതേപോലെ തന്നെ ഷിഫ്റ്റ് D പ്രസ് ചെയ്തിട്ട് ഒരു കോപ്പി ഈ സൈഡിലേക്ക് കൂടെ കൊടുക്കുക. സോ ആ 2 ലൈറ്റും നമുക്ക് റെഡിയായി. ഇനി നമുക്ക് ഇതിന്റെ കൗണ്ടർ ടോപ്പിനുള്ള മെറ്റീരിയൽ വേണം. നമ്മൾ സെലക്ട് ചെയ്യുന്നു, ന്യൂയിലേക്ക് പോകുന്നു, മെറ്റീരിയൽ എടുക്കുന്നു, ഇമേജ് ടെക്സ്ചർ എടുക്കുന്നു. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നില്ല, പക്ഷേങ്കിൽ നിങ്ങൾ ഇത് എഡിറ്റ് മോഡിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ആദ്യം കട്ട് ചെയ്ത ആ ബോക്സ് അവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ ആ ബൂളിയൻ ഇതിന് എഫക്റ്റ് ആവും. നമ്മൾ എന്ത് ചെയ്യണം, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് കൺവേർട്ടിൽ എഡിറ്റബിൾ മെഷിലേക്ക് മാറ്റുക. അതിനുശേഷം എഡിറ്റബിൾ പോളിയിൽ A പ്രസ് ചെയ്തിട്ട് ഓവറോൾ സെലക്ട് ചെയ്യുക. സെലക്ഷൻ കാണാത്തത് നമ്മൾ ഇവിടെ ഇത് ഓഫ് ചെയ്തിട്ടുകൊണ്ടാണ്. അത് ഓൺ ചെയ്ത് കാണാം. U പ്രസ് ചെയ്യുക, എന്നിട്ട് Q പ്രൊജക്ഷനിലേക്ക് മാറ്റുക. നിങ്ങൾക്ക് കാണാം ഇവിടെ അതിന്റെ മെറ്റീരിയൽ കാണുന്നുണ്ട്. UVW മാപ്പിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ വെച്ചിട്ട് നമ്മൾ എഡിറ്റ് മോഡിലേക്ക് പോയാൽ ഇത് നമുക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ടൈല് നമ്മൾ സ്കെയിൽ ചെയ്തു. പക്ഷേ നിങ്ങൾക്ക് ഇതിന് റിഫ്ലക്ഷൻ ഇല്ലല്ലോ. നമ്മളിതിന് നേരെ ഇവിടെ ഇത് റഫ്നെസ് കുറച്ചു നമുക്കിവിടെ ഇതിന്റെ റിഫ്ലക്ഷൻ വന്നു. ഇനി നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് വേണ്ടുന്നത് ഈ ഫ്ലോറിലുള്ള മെറ്റീരിയലാണ്. ഞാനിവിടെ ഒരു വുഡൻ ഫ്ലോറാണ് കൊടുക്കാൻ പോകുന്നത്. സോ ന്യൂ മെറ്റീരിയൽ എടുത്തു, ബേസ് മാപ്പ്, ഇമേജ് ടെക്സ്ചർ, ഒരു വുഡൻ ഫ്ലോർ ഞാനിവിടെ ആഡ് ചെയ്തു. സോ എഡിറ്റബിൾ പോളിയിലേക്ക് വരിക, ഓൾ സെലക്ട് ചെയ്യുക, UVW മാപ്പിൽ Q പ്രൊജക്ഷൻ. അതിനുശേഷം ഇത് സെലക്ട് ചെയ്തിട്ട് സ്കെയിൽ ചെയ്യുക. അപ്പോൾ നമുക്ക് വുഡൻ ഫ്ലോർ കിട്ടി. റൊട്ടേറ്റ് 90 ഡിഗ്രി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ടൈലിങ് ഇങ്ങനെയായിട്ട് മാറും, വെർട്ടിക്കലി ചേഞ്ച് ആവും. സോ ഇതിന് നമുക്ക് റിഫ്ലക്ഷൻ വേണം, പക്ഷെ ഒരുപാട് റിഫ്ലക്ഷൻ പാടില്ല. വുഡൻ ഫ്ലോറിന് ഒരിക്കലും ഒരുപാട് റിഫ്ലക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിതിൻ്റെ റഫ്നെസ് കുറച്ച് കൊടുക്കുക. നിങ്ങൾക്ക് അവിടെ റിഫ്ലക്ഷൻ വരുന്ന കാണുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം ഇവിടെ ഇതിനൊരു കട്ടിങ് ഉണ്ട്, പക്ഷേ നിങ്ങൾക്ക് ആ വുഡിൻ്റെ എഫക്റ്റ് ഇതിന് വരുന്നില്ല അല്ലേ. അതിലാണ് നമ്മൾ നോർമൽ പമ്പെല്ലാം ഉപയോഗിക്കുക. നമ്മൾ ഷെയ്ഡ് എഡിറ്ററിലേക്ക് വരിക. ഇപ്പം നിങ്ങൾക്ക് കാണാം ഇവിടെ നമ്മൾ കൊടുത്ത പ്രിൻസിപ്പൽ BCF, അതാണ് ഈ കാണുന്ന സാധനം.
ഇവിടെ കാണുന്നില്ല പിക്സൽ PRF, അതിന് നമ്മൾ ഒരു ഇമേജ് ലിങ്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കളർ ഇമേജ് ആയിട്ട്. ഓക്കെ, ഇതൊന്നും സംഭവം ഒന്ന് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മളെ മെറ്റീരിയൽ ഔട്ട്പുട്ട്, അതായത് ഈ സാധനം. ഓക്കെ, ഈ പ്രിൻസിപ്പൽ BSDF എന്ന് പറയുന്നതാണ് നമ്മൾ കൊടുത്തിട്ടുള്ള ഈ റിഫ്ലക്ഷൻ എന്നൊക്കെ പറയുന്ന സാധനത്തിനെയാണ് പ്രിൻസിപ്പൽ BSDF എന്ന് പറയുക. അത് നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിന് ഈ കളറിൽ പോയിട്ട് നമ്മൾ ഇമേജ് ടെക്സ്ചർ എടുത്ത സെയിം സാധനം തന്നെയാണ് ഇത് ആഡ് പോയിട്ട് നിങ്ങൾ ടെക്സ്ചറിൽ ഇമേജ് ടെക്സ്ചർ എന്നൊക്കെ എടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് ഇവിടത്തേക്ക് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെയാണ് സാധനം. അതിന് നമ്മളിപ്പോൾ ഒരു ഇമേജ് കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതാണ് അതിൻ്റെ നോർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബമ്പ് കൊടുക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ്. നോർമൽ ഡ്രാഗ് ചെയ്യുക, എന്നിട്ട് നമ്മളുടെ ബമ്പ് ഒന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബമ്പ് നോർമൽ എന്ന് വരും. ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഇപ്പം ഈ ബമ്പ് നോർമൽ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ കളറിൻ്റെ അതൊന്ന് ഡ്രാഗ് ചെയ്തിട്ട് ഈ ഹൈറ്റിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്കിവിടെ ചെറിയ രീതിയിൽ ബമ്പ് വന്നത് കാണാൻ പറ്റും. ഓക്കെ, ആ വുഡിൻ്റെ ആയി ഒരു ചെറിയ ബൾജൊക്കെ അവിടെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഡിസ്റ്റൻസും സ്ട്രെങ്ത്തും നമുക്ക് ഇവിടെ വെച്ച് കൺട്രോൾ ചെയ്യാം. ഇപ്പം ഡിസ്റ്റൻസ് കൂട്ടുകയെന്നുണ്ടെങ്കിൽ കണ്ട ഇത് കംപ്ലീറ്റ് റഫായി പോയി. നമ്മൾ ആ ഡിസ്റ്റൻസ് കുറക്കാൻ ചെറുങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. ആ ഡിസ്റ്റൻസ് തന്നെ കൊടുക്കുക. ഇതിന് സ്ട്രെങ്ത് വേണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് കുറക്കാം. ഇപ്പം ഫുൾ സ്ട്രെങ്ത് കുറക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലാറ്റ് റിഫ്ലക്ഷൻ സർഫേസ് ആയിരിക്കും. നമ്മൾ കൂട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് വുഡിൻ്റെ ആ ഒരു എഫക്റ്റ് അതിൽ വന്നിട്ടുണ്ടാവും. ഇതാണ് സിമ്പിൾ ബമ്പ് എന്ന് പറയുന്നത്. ഇതല്ലാണ്ട് നമുക്ക് ബമ്പ് മാപ്പാക്കിയിട്ടൊക്കെ കൊണ്ടുവരാൻ പറ്റും. അതായത് മറ്റേ നമ്മുടെ PBR മെറ്റീരിയലൊക്കെ കൊണ്ടുവന്നിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞു പോയി കഴിഞ്ഞു. സോ ഇതിൻ്റെ അടിയിലും ഞാൻ ഈ ലൈറ്റ് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ ലൈറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം Shift-D പ്രസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു കോപ്പി എടുത്തു. അതിനുശേഷം ഇതിൻ്റെ അടിയിൽ ഞാൻ ഒരു കർസർ സെലക്ട് ചെയ്തിട്ട് S പ്രസ് ചെയ്തിട്ട് ഇതിനെ സെലക്ഷൻ ടു കർസറിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ നമുക്ക് അതേ ലൈറ്റ് ഇതിൻ്റെ അടിയിലും കൊണ്ടുവരാൻ പറ്റും. ഞാൻ തന്നെ മൂവ് ചെയ്തിട്ട് ഈ ജസ്റ്റ് ഒരു ഗ്യാപ്പ് കൊണ്ടുപോയി വെച്ചു. സോ നമുക്ക് ഇതിൻ്റെ അടിയിലും അത് കിട്ടി. പക്ഷെ നിങ്ങൾക്ക് കാണാം ഈ ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ ഇവിടെ ഒന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ നമുക്ക് പോകാം. നമ്മൾ ആ ലൈറ്റ് സെലക്ട് ചെയ്യുക. ഇതിൻ്റെ ഇവിടെ കണ്ടോ ഒബ്ജക്ട് പ്രോപ്പർട്ടീസ് എന്നിട്ട് ഒരു ഓറഞ്ച് കളറുള്ളത്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ വിസിബിലിറ്റി എന്നൊക്കെ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളിവിടെ ഈ ഗ്ലോസി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഗ്ലോസിനെസ് ഇതിനകത്ത് പോകും. നിങ്ങൾ ഗ്ലാസ്സിലാണ് കാണുന്നുണ്ടെങ്കിൽ ഈ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞ സാധനം ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഗ്ലാസ്സിലുള്ള റിഫ്ലക്ഷനും പോകും. ഓക്കെ, നിങ്ങൾ ഗ്ലാസ്സിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ഇപ്പം നമ്മൾ ഏകദേശം എല്ലാ മെറ്റീരിയലും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. Alt-H പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഹൈഡ് ചെയ്ത ഒബ്ജക്റ്റുകൾ അൺഹൈഡ് ആകും. അതായത് നമ്മൾ ബാക്കിൽ ഒരു വോൾ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് അൺഹൈഡ് ആയി. നമ്മൾ 0 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറയിലേക്ക് നമ്മൾ പോകും. ഇതാണ് നമ്മളെ ടെക്സ്ചർ കൊടുത്തിട്ടുള്ള വ്യൂ. എന്നാലും നമുക്ക് ചെറിയൊരു വെളിച്ചത്തിൻ്റെ ഒരു കുറവ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഒന്നും കൂടെ ഒരു ലൈറ്റും കൂടെ ആഡ് ചെയ്യുക. എങ്ങനെ ലൈറ്റ് ആഡ് ചെയ്യുക? ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് താഴോട്ടേക്ക് ലൈറ്റ് കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്കിത് എങ്ങനെ കൊടുക്കാൻ നോക്കാം. ഇത് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ ഇതിൻ്റെ ടോപ്പ് വ്യൂയിലേക്ക് വന്നിട്ട് കാണാം, ഇതാണ് നമ്മുടെ ലൈറ്റ്. ആ ലൈറ്റിൻ്റെ മേലെ ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് Shift-A പ്രസ് ചെയ്തിട്ട് ഒരു ലൈറ്റിൽ ഏരിയൽ ലൈറ്റ് കൊടുത്തു. അപ്പോൾ ഏരിയൽ ലൈറ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ, ഇതാണ് ഏരിയൽ ലൈറ്റ് എന്ന് പറയുന്നത്. ഇതാണ് ഏരിയൽ ലൈറ്റ്. അപ്പോൾ ഏരിയൽ ലൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ സ്കെയിൽ ചെയ്ത് കഴിഞ്ഞാലും ഈ വട്ടത്തിൻ്റെ പുറത്തേക്ക് ഇതിൻ്റെ കോണുകൾ വന്ന് നിൽക്കും. അപ്പോൾ നമുക്കത് ഡിസ്റ്റർബൻസ് ആയി. അപ്പോൾ നമുക്കതെങ്ങനെ മാറ്റാം? നമ്മൾ ലൈറ്റിൻ്റെ പ്രോപ്പർട്ടീസിലേക്ക് വരിക. എന്നിട്ട് ഇവിടെ ലൈറ്റ് ഏരിയൽ ലൈറ്റ് എന്നുള്ളതിന് സ്ക്വയർ എന്നുള്ളത് നമ്മൾ ഡിസ്ക് നോക്കി മാറ്റുക. അപ്പോൾ അത് റൗണ്ടായിട്ട് മാറും. നമ്മൾ സ്കെയിൽ ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ അത് പുറത്തേക്കോ ഒന്നും കാണിക്കില്ല. ആ ലൈറ്റിൻ്റെ ഉള്ളിൽ തന്നെ ആ ഒരു ഇതിൻ്റെ ഉള്ളിൽ അതായത് ആ ലൈറ്റിൻ്റെ ഉള്ളിൽ നിന്നാണ് ഇതിൻ്റെ റിഫ്ലക്ഷൻസ് വരുന്നത്. ഞാൻ ഇതും ഇതിൻ്റെ റിങ്ങിനെ കളർ കൊടുത്തിട്ടായിരുന്നില്ല, ഇതും സെലക്ട് ചെയ്തിട്ട് ഈ സെയിം കളറ് റിംഗ് മെറ്റീരിയലായിട്ട് കൊടുത്തു. ഓക്കെ, ഇനി ഞാൻ ഇതേ ലൈറ്റ് സെലക്ട് ചെയ്തിട്ട് ഈ മൂന്നിലേക്കും ഡ്രാഗ് ചെയ്ത് വെച്ചു. Alt-D പ്രസ് ചെയ്തിട്ടാണ് ഡ്രാഗ് ചെയ്യുന്നത്. Alt-D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റൻസ് ആക്കിയിട്ടാണ് സെലക്ട് ചെയ്തത്. കാരണം ഒന്നിൻ്റെ ചേഞ്ചസ് ചെയ്യുന്ന സമയത്ത് ബാക്കി എല്ലാത്തിലും അത് ചേഞ്ചസ് ആവും. അപ്പോൾ നമ്മൾ ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ക്യാമറ വ്യൂവിൽ വന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ലൈറ്റിംഗ് സെറ്റപ്പ്. അപ്പോൾ ഒന്നും കൂടെ നമുക്ക് ഈ ലൈറ്റിനെ ബൂസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഏരിയൽ ലൈറ്റ് ഇല്ലേ, അതേപോലെ ഒരു ഏരിയൽ ലൈറ്റ് കൂടെ നമ്മൾ ഈ വിൻഡോയുടെ ഉള്ളിൽ നിന്നും കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ വോളിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ഒരു കർസർ സെലക്ട് ചെയ്തു. A പ്രസ് ചെയ്തിട്ട് ഞാൻ ലൈറ്റിൽ ഏരിയൽ ലൈറ്റ് ആഡ് ചെയ്തു. റൊട്ടേറ്റ് X ആക്സസിൽ -90 കൊടുത്തു. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് അത് അതിൻ്റെ എയറോ മാറും. ഇതിനെ ഞാൻ താഴോട്ടേക്ക് ഡ്രാഗ് ചെയ്തിട്ട് സ്കെയിൽ ചെയ്തു. എന്നിട്ട് ഞാൻ ഉള്ളിലേക്ക് ഇതിനെ ഒന്ന് മൂവ് ചെയ്ത് വെച്ചു. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ഉൾഭാഗത്തേക്കാണ് വരുന്നത്. ഇവിടെ ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ ലൈറ്റ് വരുന്നത് കാണാം.
ഓക്കെ, ഞാനിതിനെ താഴ്ത്തിയിട്ട് ഏകദേശം ഈ ഒരു റേഞ്ചിലാക്കിയിട്ട് ഇവിടെ ഇങ്ങനെ, ഇതാണ് നമ്മുടെ ചുമര്. അപ്പൊ ഇവിടെ വെച്ചു. ഓക്കെ, ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ലൈറ്റ് സെലക്ട് ചെയ്തിട്ട് ആ ലൈറ്റിനൊരു 35 പവർ കൊടുത്തു. അപ്പൊ നിങ്ങൾക്ക് കാണാം ഓവർ പവർ ആയിട്ടുണ്ട്. അപ്പൊ അതിന്റെ എക്സ്പോഷർ നമ്മൾ ചെറുങ്ങനെ കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ലൈറ്റിന്റെ എക്സ്പോഷർ ഒന്ന് അത് കുറച്ചിട്ടുണ്ടാവും. ഇനി ഈ ലൈറ്റ് ഭയങ്കര സ്പ്രെഡായിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്രയും സ്പ്രെഡ് എന്നത് ഇതിൻ്റെ ഉള്ളിൽ ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ സ്പ്രെഡ് വാല്യൂ 180 എന്നുള്ളത് 90 ഡിഗ്രിയിലേക്ക് കൊടുത്തു. അപ്പൊ ആ ലൈറ്റിനെ അതൊന്നും ഇങ്ങനെ ചുരുക്കി. അതേപോലെ ഈ കാണുന്ന ലൈറ്റും 180 അതും നമ്മൾ 100ലേക്ക് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെയും ഷാഡോ ഒന്നും കൂടി ഷാർപ്പായിട്ട് മാറും. അപ്പോൾ നമുക്ക് ഇങ്ങനെ നമ്മുടെ ഷാഡോനെയും ലൈറ്റിനെയും കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ഇത്രയും സംഭവം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അപ്പം നമ്മളിവിടെ ലൈറ്റ് കൊടുത്തു, കളർ കൊടുത്തു, ടെക്സ്ചർ കൊടുത്തു. നിങ്ങൾക്ക് ഈ വോളിൻ്റെ കളർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് പുതിയൊരു മെറ്റീരിയൽ എടുത്തതിന് ശേഷം ഇവിടെ നിങ്ങൾ ഏത് കളറാണ് നിങ്ങൾക്ക് വേണ്ടുന്നത് ആ കളർ കൊടുക്കാമെന്നുണ്ടെങ്കിൽ ആ വോളിന് ആ കളർ വരും. ഇന്നത്തെ കളറൊന്നും കൊടുത്തു കഴിഞ്ഞാൽ വളരെ വൃത്തികേടായിരിക്കും. അതൊന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കളർ നിങ്ങൾക്ക് കൊടുത്തിട്ട് ആ കളർ മാച്ച് ചെയ്യിക്കാൻ പറ്റും. അപ്പം ഇങ്ങനെയാണ് നമ്മൾ കിച്ചൺ ലൈറ്റ് ചെയ്ത് ടെക്സ്ചർ ചെയ്യുന്നത്. ഇനി നമുക്കിത് റണ്ടർ ചെയ്യുന്നത് എങ്ങനെയാണ് അടുത്തൊരു ട്യൂട്ടോറിയലിൽ കാണാം. ബൈ.